ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഇന്ന് എൻ്റെ മോളുടെ അംഗൻവാടിയിലെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കാണുന്നത്. ഈ സെലിബ്രേഷൻ നടന്നിരിക്കുന്നത് സെപ്റ്റംബർ 2-ാം തീയതിയാണ്. വീഡിയോ ഇപ്പോഴാണ് ഇടുന്നതേ ഉള്ളൂ. പിന്നെ അപ്പം ആസ് ഓൾവേസ് അമ്മമാർ വരുന്നു, പൂക്കളൊക്കെ കട്ട് ചെയ്യുന്നു, പൂക്കളം ഇടാൻ തയ്യാറാവുന്നു. അവിടെ നെറ്റിയിൽ കയ്യും വെച്ച് നിൽക്കുന്ന ആളാണ് ടീച്ചർ, പ്രസീത ടീച്ചർ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഓരോന്ന് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പൂക്കളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, ചെറിയ പരിപാടിയാണ്. കുറച്ചൊരു 10 കുട്ടികളും അവരുടെ അമ്മമാരും അങ്ങനെ കുറച്ച് പേരാണ്. പിന്നെ തൊട്ടടുത്തുള്ള ആളുകൾ, നമ്മുടെ നാട്ടുകാർ, അംഗൻവാടീൻ്റെ അടുത്ത് പരിസരത്തുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ടി ഒരു പൂക്കളമൊക്കെ സെറ്റാക്കി വെള്ള പൂവൊക്കെ വെച്ച് ചെറിയ രീതിയിലൊക്കെ ഇടാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ സാധാരണ കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അംഗനവാടിയിലാക്കി പോയി കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് കളിച്ചോളും. ഇപ്പം ഞങ്ങളെ കാണുന്നതുകൊണ്ട് അടുത്ത് തന്നെ നിന്ന് ഒന്നും ചെയ്യാതിരിക്കുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച് കസേര കളി കളിക്കാമെന്ന് പറഞ്ഞു. ആകെ 2 കളിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. കസേര കളി കളിക്കാം, മിഠായി പെറുക്കുക എന്നുള്ളത്. അമ്മമാരെ കണ്ടതുകൊണ്ട് എല്ലാവരും മടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നേ ഇല്ല. ഇരിക്കുന്നവരൊക്കെ നോക്കിയാൽ കാണാം, കുഞ്ഞൊന്നും ഇറങ്ങിയിട്ടേ ഇല്ല. പിന്നെ നമ്മളെങ്ങനെയോ സോപ്പിട്ട് കളിക്കുക, മിഠായി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കി. അതിനകത്ത് എൻ്റെ പുത്രിയെ നിങ്ങൾ കാണുന്നുണ്ടോ ഗായ്സ്? റെഡ് പാവാടയും ബ്ലൗസ് ഇട്ടതാണ് എൻ്റെ പുത്രി. ഓടുന്നുണ്ട്. എന്തോ അത്രയും നേരം മൂഡൊക്കെ കുറച്ച് ഓഫായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളാക്കിയെന്ന് ചോദിച്ചാൽ ഫുള്ളാക്കിയിട്ടില്ല. അത് പിന്നെ പറയാം, അത് നിങ്ങൾ കുറച്ചുകൂടി കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഒന്നാമത് എനിക്ക് പേടിയാവുകയും ചെയ്യാം. ഈ പാവാടയും ബ്ലൗസെല്ലാം ഇട്ടത് ഒത്തിരി ലെങ്ത്തൊന്നുമില്ല, കറക്റ്റ് ഫിറ്റിലാണ് ഇരിക്കുന്നത്. ഈ സീറ്റ് കിട്ടാതെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, അവളാണ് എൻ്റെ പുത്രി. അത് കണ്ടില്ലേ, കൂട്ടിമുട്ടി ഗൈസ്, അതാണ് എൻ്റെ പുത്രി. തിരിഞ്ഞു പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. കിട്ടിപ്പോയേ. അപ്പോൾ ഒരു ചിരി വരാനുണ്ട്. പിന്നെ ഈ ഫസ്റ്റ് റൗണ്ട് എങ്ങനെയൊക്കെയോ സെറ്റായി. 2ാമത്തെ റൗണ്ട് നോക്കിക്കോളും. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ട് ഓടിക്കൊണ്ടിരുന്നതായിരുന്നു. ആൾ കുറച്ച് സ്ലോ ആണ്. ആൾ ഓടുന്നിടത്താണ് ഒരു ഗ്യാപ്പ്, എന്താ വീണ്. പിന്നെ കരച്ചിലായി, ബഹളമായി. അത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ കുറേ സമാധാനിപ്പിച്ച് തിരിച്ചു വന്നു. പിന്നെ മിഠായി പെറുക്കലാണേ, അത് സമാധാനിപ്പിക്കാൻ പെട്ട പാട് പിന്നെ പറയണ്ടല്ലോ. പിന്നെ മിഠായി പെറുക്കലായതുകൊണ്ട് പിന്നെ ഓടി വന്നു, എനിക്ക് മിഠായി കൊണ്ടുത്തരുവാണേ, വേഗം കൊണ്ടുത്തരിക, മിഠായി പെറുക്കി കൊണ്ടുത്തരാം. ആളുടെ വിചാരം ഒരു റൗണ്ട് 3 മിഠായി കൊണ്ടുത്തരാൻ മതി, കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. പിന്നെ അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ നന്നായിട്ട് ക്ഷീണിച്ച് അത്രയും സമയമായപ്പോഴത്തേക്കും പിന്നെ വിശപ്പായി. അപ്പോഴത്തേക്കും ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വരാൻ തുടങ്ങി, വിശപ്പിൻ്റെ വിളി വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കുട്ടികൾക്കുള്ള ചോറ്, ഈ കുറച്ച് ചോറ് എടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ തന്നെ ഇരിക്കുക, എല്ലാവരും ഒന്നിച്ച് നിലത്തിരുന്ന് കഴിക്കുക എന്നൊക്കെ തീരുമാനിച്ചു. ടേബിളും ചെയറൊക്കെ ഉണ്ടായിരുന്നു, പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ തീരുമാനിച്ച് പുറത്തിരിക്കേണ്ട, എല്ലാവരും കൂടി അകത്തിരിക്കുക എന്നൊക്കെ ചെയ്ത് അകത്ത് വന്നിരിക്കുകയാണ്. ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളിലൊന്നും തന്നെ എൻ്റെ പുത്രി കഴിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. കാരണം അവൾക്കാകെ വേണ്ടത്, ഇതിനകത്ത് ചിപ്സ് വെക്കുന്നുണ്ട്. ആ ചിപ്സ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അതൊക്കെ ആദ്യമേ അതൊക്കെ ഈ വെച്ചിരിക്കുന്ന ചിപ്സ് അത് ഫുള്ളും അപ്പം തന്നെ അകത്താക്കും. പപ്പടവും പിന്നെ ആ പപ്പടവും കൂട്ടുകറിയും കൂട്ടിയിട്ട് കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ വക അവിയൽ, പച്ചടി, പുളി, ഇതൊന്നും എൻ്റെ മോൾക്ക് വേണ്ട. ചുറ്റുള്ള കുട്ടികളും അവിടെയുള്ള ബാക്കി കുട്ടികളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് പപ്പടം മതി, പപ്പടം വിട്ടൊരു കളിയില്ല. പിന്നെ പായസം കുടിച്ചിട്ടുണ്ട്. അതല്ലാതെ ഈ കാണുന്ന കുഞ്ഞിക്കാൽ എൻ്റെ മകളുടേതാണ്. മടിയിലിരുത്തിയിട്ട് കൊടുത്തതായിരുന്നു. ഒറ്റയ്ക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വയറ്റിലേക്ക് ഒന്നും എത്തൂല, മൊത്തം നിലത്തായിപ്പോവും. അപ്പോൾ അവിടെ ഇരുന്ന് ഫുള്ളും ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി. അപ്പോഴാണൊന്ന് ചിരിച്ച്. അത്രയും നേരം മക്കളൊന്നും ചിരിക്കുന്നില്ലായിരുന്നു. അവർക്ക് കളിക്കുകയും ചെയ്തു, രാവിലെ വന്നതല്ലേ. അപ്പോൾ അവർ ഫുള്ള് ടയേർഡായിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പോയി, ബാക്കിയുള്ള പിള്ളേരൊക്കെ പോയി. എന്തെങ്കിലുമൊക്കെ കളിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്താൽ നോക്കിയപ്പം ബാക്കി എല്ലാവരും പോയി. പിന്നെ ഇവർ 3 പേരും ഫ്രണ്ട്സാണ്, ഇവർ കളിക്കൂട്ടുകാർ. ഇവർ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം അവരുടെ വക ഡാൻസ്, പാട്ട് വെച്ച് കൊടുത്തു. അവരെന്തൊക്കെയോ കളിക്കുന്നുണ്ട്. എൻ്റെ മോൾ എന്നെപ്പോലെ സോൺ ഔട്ടായി പോകുന്നത് ഇപ്പോൾ കാണാം. അവളിങ്ങനെ ആലോചനയിലായിരിക്കും, കുറേ സമയം ആലോചിക്കും. എന്തെങ്കിലും ആളൊക്കെ കുറഞ്ഞ ഇവരൊക്കെ എവിടെ പോയി, വരുമ്പോൾ കുറേ പേരുണ്ടായിരുന്നു, അവരൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. കുറേ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരെ അന്വേഷിക്കും, എവിടെ പോയി, അവരിവിടെ ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മസിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അച്ഛൻ ജിമ്മിൽ പോയിട്ട് പഠിപ്പിച്ച് കൊടുത്താണ് ഇതൊക്കെ, മസിൽ കാണിക്കാനും അങ്ങനെ ഓരോന്നൊക്കെ. അപ്പോൾ അത് ബോഡി ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മസിലുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട്.
അത് പിന്നെ എൻ്റെ പുത്രിയല്ലേ കാണുമായിരിക്കുമല്ലോ. പിന്നെ അവിടെ നിന്ന് ഫുള്ള് തള്ളോട് തള്ള, ഒരൊറ്റ തള്ള. പിന്നെ എന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗായ്സ്, എന്താണാവോ, അത് ഞാനും കേട്ടില്ല, ഞാൻ വീഡിയോ എടുക്കുമായിരുന്നല്ലോ. രഹസ്യങ്ങളൊക്കെ പറയാണ് ഗായ്സ്. ഊഹിക്കാൻ പറ്റും എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അതെനിക്ക് ഊഹിക്കാൻ പറ്റിയിട്ടില്ല, കാര്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയോ. അങ്ങനെ പിന്നെന്താ, അവരെന്തൊക്കെയോ വിശേഷം പറഞ്ഞു. ഞങ്ങളൊരു രാവിലെ 10 മണിക്ക് പോയിട്ട് ഒരു 2:30 വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെയും കുറേ തുള്ളി കളിക്കുന്നുണ്ട്. അങ്ങനെ ഈ തുള്ളിക്കളികളോടുകൂടി ഇന്നത്തെ ഓണം സെലിബ്രേഷൻ അവസാനിച്ചിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തു കേട്ടോ, ആസ് ഓൾവേസ് ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ ടീച്ചറും പിന്നെ ഞങ്ങൾ ബാക്കി വന്ന കുറച്ച് അമ്മമാരും പിള്ളേരും വെച്ച് ഫോട്ടോ എടുത്ത് കഴിഞ്ഞു.